ടോപ്കോൺ സീരീസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മളൊരു സോളാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്ര നിലവിലുള്ള പ്ലാന്റിനെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആക്കി ചെയ്യാൻ സംഭവിക്കും. അങ്ങനെ ഹലോ ഒരുപാട് സോളാറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം സെൻട്രലിൽ മറൈൻ ഡ്രൈവ് അടുത്തായിട്ടുള്ള ഞങ്ങളുള്ളത്. കഴിഞ്ഞ 4 വർഷം മുന്നേ ഇവിടെ ഒരു 5 കിലോവാട്ടിൻ്റെ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ചെയ്യുകയുണ്ടായി. ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ആ സമയത്തുള്ള ഒരു കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഒരു 5000-6000 രൂപയുടെ അടുത്തായിരുന്നു. പക്ഷേ അത് ഗ്രാജുവലി ഉപയോഗവും AC-യുടെ പാറ്റേണൊക്കെ കൂടിയത് കൊണ്ട് അത് കൂടി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇവിടെ സ്പേസിൽ 5 കിലോവാട്ടിൻ്റെ സിസ്റ്റം ഡിസ്പാൻഡിൽ ചെയ്യുകയും അവിടെ നമ്മളൊരു 15 കിലോവാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഇൻസ്റ്റലേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ഏരിയയുടെ ഒരു പ്രത്യേകത അറിയാലോ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ നമുക്ക് റൂഫ് ഏരിയയിൽ കിട്ടാറുള്ളൂ. കാര്യം ആ റൂഫാണെങ്കിൽ തന്നെ എപ്പോഴും ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ റൂഫിൽ ഈ കാണുന്ന ഷീറ്റ് റൂഫിലായിരുന്നു നമ്മൾ ആദ്യം സ്ട്രക്ചർ ചെയ്തത്. ഈ ഫ്രണ്ട് എലിവേഷനിലേക്ക് വരാതെ മാക്സിമം താഴത്തേക്ക് താത്തിയായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു. നമ്മൾ എന്നിട്ട് അവിടെ 250 വാട്ടിന്റെ 20 പാനൽ വെച്ചിട്ടാണ് 5 കിലോ വാട്ടിന്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തത്. അഗെയിൻ നമ്മൾ ആ സിസ്റ്റം അവിടുന്ന് ഫുള്ള് ഡിസ്പാൻഡിൽ ചെയ്യുകയും മൊത്തം 25 പാനൽ ഇപ്പോൾ 5 വാട്ടിന്റെ പാനൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രീമിയർ എന്നുള്ള കമ്പനിയുടെ ടൈപ്പ് ടോപ്കോൺ പാനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബൈഫേഷ്യലാണ്. അപ്പോൾ കുറച്ച് റിഫ്ലക്ഷൻ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ഥലത്തിന്റെ ഒരു പരിമിതി നമുക്ക് ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 25 പാനൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്തായാലും. അപ്പോൾ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ വന്നു. ക്ലയൻറ്റുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഇരുന്നു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഷീറ്റ് ഏരിയയിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയും 19 പാനൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് റൂഫ് ഏരിയ ഉണ്ടായിരുന്നു. ഈ ഫ്ലാറ്റ് റൂഫ് ഏരിയയിൽ നമ്മളൊരു ലിഫ്റ്റഡ് സ്ട്രക്ചർ കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് ഇതിനേക്കാളും കുറച്ചുകൂടി പൊക്കിയിട്ട് ഒരു വാക്ക് വേ ഒക്കെ കൊടുത്തിട്ട് ഒരു 6 പാനൽ ഇവിടെ ഈ ബിൽഡിങ്ങിലെ മാക്സിമം കവറേജ് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ടോപ്പ് ലെയർ ഇട്ടിരിക്കുന്ന പാനൽ മാത്രം നമ്മൾ പോർട്രേറ്റിന് വരെ ഒരു ലാൻഡ്സ്കേപ്പ് മോഡലാണ് ആ പാനൽസ് ഇട്ടിരിക്കുന്നത്. ഒരു പാനലിലൂടെ നമുക്ക് ഇവിടെ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നമ്മളിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്രീമിയർ എന്നുള്ള ബ്രാൻഡിൻ്റെ 590 വാട്ട് പീക്ക് ടോപ്കോൺ പാനലാണ് ചെയ്തിരിക്കുന്നത്. ടോപ്കോൺ സീരീസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു 85 ഒരു 90 യൂണിറ്റ് വരെ ഒരു ആവറേജ് നമുക്ക് ജനറേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതൊന്നുകൊണ്ടല്ല, നമുക്ക് ക്ലിയർ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. പക്ക ഓപ്പൺ ടെറസ് ആണ്. കൂടാതെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ PV Blink എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. നമ്മളെ നിയർ ബൈ ആയിട്ട് 2-3 ഇൻസ്റ്റലേഷൻസിൽ ഇപ്പോൾ PV Blink ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എഫിഷ്യന്റ് ഔട്ട്പുട്ട് നമുക്ക് സിസ്റ്റം തരുന്നുണ്ട്. ഈ PV Blink വെച്ചുള്ള കൂടുതൽ ഇൻസ്റ്റലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷീറ്റ് റൂഫിൽ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ മിനിമം ലെഗുകൾ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാര്യം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഒരു 8 പോസ്റ്റിലാണ് ടോട്ടൽ സ്ട്രക്ചർ നിൽക്കുന്നത്. നേരത്തെ ഇതിന് മുന്നേ ചെയ്തിരുന്നത് ഞങ്ങൾ ചെറിയ 1.25 വെച്ചിട്ട് മിനിമം ഹൈറ്റിൽ, പക്ഷേ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇതൊരു കുറച്ചുകൂടി ഹെവിയാണ്. പാനൽ നേരത്തെ പാനലിൻ്റെ അത്രയല്ല. നേരത്തെ നമ്മളുടെ 250 വാട്ട് പീക്കിൻ്റെ പാനൽ ഒരു 1.6 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വരുന്ന ഈ പാനൽ ടോപ്കോണിൻ്റെ 590 എന്ന് പറയുന്നത് അറൗണ്ട് 2.3 മീറ്ററോളം നമുക്ക് ലെങ്ത് വരുന്നതാണ്. അതുപോലെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ 250യുടെ പാനൽ എന്ന് പറഞ്ഞാൽ ഒരു 17 കിലോയൊക്കെ വെയിറ്റ് വരുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 32 കിലോളം വെയിറ്റ് വരുന്നത്. അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടി കിട്ടത്തക്ക രീതിയിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു സോളാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്ര ആളുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഈവൻ ആവും.
അതുപോലെ നമുക്ക് ഈ സിസ്റ്റം എത്ര റവന്യൂ ക്രിയേറ്റ് ചെയ്യും. കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു 5,000-6,000 രൂപ ബില്ല് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് നിലവിലൊരു 3 കിലോവാട്ട് പ്ലാന്റ് ചെയ്താൽ മതിയാവും, അത് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എനർജി പാറ്റേൺ ഒന്ന് മാറുമ്പോൾ നമുക്ക് ബില്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ബെറ്റർ നമ്മുടെ എത്രയാണോ നമ്മളുടെ ഇപ്പോഴത്തെ ബില്ല്, വരുന്ന 5 വർഷത്തേക്ക് നമുക്ക് എത്ര വരെ ബില്ല് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുക്കുക. അത് കണ്ടിട്ട് മാത്രം സോളാറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇവിടുത്തെ ഈ പ്ലാന്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് KSEB സമ്മതിക്കുമോ, അല്ലെങ്കിൽ KSEB നിലവിലുള്ള പ്ലാന്റിനെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആക്കി ചെയ്യാൻ സമ്മതിക്കുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പലർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പുതിയ അപ്ഗ്രേഡേഷൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് KSEB. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി എത്രയാണോ അത് ഓൾറെഡി ഫീസിബിലിറ്റി അവിടെ അപ്രൂവൽ ഉള്ളതാണ്. പുതിയ ആഡ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് മാത്രം ഫീസിബിലിറ്റി എടുക്കുക, പുതിയ ടെസ്റ്റ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 5 കിലോവാട്ടിന്റെ സോളാർ ഇൻസ്റ്റലേഷൻ 15 കിലോവാട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്തൊരു വീഡിയോ ആണ് കണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ പ്രീമിയർ എന്നുള്ള കമ്പനിയിലെ ടോപ്കോൺ സീരീസ് പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻവെർട്ടർ PV Blink എന്നുള്ള കമ്പനിയുടെ 15 കിലോവാട്ടിന്റെ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിൽ വീണ്ടും അപ്ഗ്രേഡബിൾ ഓപ്ഷൻ ഉള്ള രീതിക്കാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നമ്മൾ ഓൾ കേരള ബേസിൽ ചെയ്യുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു.